നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഡിസ്കണക്ട് ബില്ല് അതിനെപ്പറ്റി രണ്ട് വർത്താനം പറയാനുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ 6:15 എഴുന്നേറ്റ് നമ്മളുടെ നടത്തം കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വർക്ക് ലൈഫ് ബാലൻസ് വേണമല്ലോ, അത് കുറച്ച് നാളായിട്ട് തെറ്റി കിടക്കുവാണ്. പുതിയൊരു ജോലിയിൽ പ്രവേശിച്ചതുകൊണ്ട് തന്നെ പുതിയ പണി പഠിച്ചെടുക്കാനൊക്കെ കുറച്ച് സമയം വേണ്ടി വന്നു. അതുകൊണ്ട് വർക്ക് ലൈഫ് ബാലൻസ് മൊത്തം തകരാറിലായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ ഡിസ്കണക്റ്റ് ബില്ലിനെ പറ്റി കേൾക്കുന്നത്. ഇനി നിങ്ങളുടെ ജോലി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോസ് വിളിച്ചാൽ നിങ്ങൾ കോൾ എടുക്കും വേണ്ട, എന്നാൽ നിങ്ങളുടെ ജോലി സമയം കഴിഞ്ഞ് പിന്നെ അസൈൻ ചെയ്യുന്ന വർക്കുകളൊന്നും നിങ്ങൾ എടുക്കണ്ട എന്നാണ് ഈ ബില്ല് പറയുന്നത്. പല യൂട്യൂബേഴ്സും പലതും പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജോലിക്കും കൂലിക്കും പോവാത്ത ആൾക്കാരാണ്. അവരുടെ പണി യൂട്യൂബിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുക എന്നുള്ളത് മാത്രം. എന്നാൽ ഒരു ജോലിക്ക് പോകുന്ന ആൾക്കേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. കൊണ്ടുവന്ന ആശയം കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ, പക്ഷേ നിങ്ങൾ ജോലി എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോകുന്നുള്ളത് 100% ഉറപ്പാണ്. ഇതിൽ ഒരു സർക്കാരും ഒരാളും വന്ന് ഇടപെടാൻ പോകുന്നില്ല. പിന്നെ ബോസിൻ്റെ കോൾ എടുത്തില്ല എന്ന് വെച്ച് നിങ്ങളുടെ ജോലിയൊന്നും ഒരു സ്ഥലത്തും പോകാൻ പോകുന്നില്ല, അത് പണ്ടും പോവില്ല.